നിരവധി തവണയാണ് ഷാരോൺ രാജിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചത്. ജ്യൂസ് ചലഞ്ച് അടക്കം നടത്തി. അത് റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞ ഗ്രീഷ്മയെ സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. ഇവിടെ 22 വയസ്സ് എന്നുള്ളത് ഒരു പരിഗണനയാക്കി എടുക്കാൻ കഴിയില്ല. 22 വയസ്സ് എന്നുള്ളത് കൊണ്ട് ശിക്ഷ ഇളവ് നൽകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നിർഭൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. നിർഭൻ, എന്താണ് ഇപ്പോൾ കോടതി മുറിയിൽ തൊഴുകയോടെ കോടതിക്ക് നന്ദി പറഞ്ഞു ഷാരോണിന്റെ കുടുംബം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും സിജു, കോടതി മുറിക്കുള്ളിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു ഷാരോണിന്റെ മാതാപിതാക്കൾ. കോടതിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് കൂപ്പുകയോടുകൂടി. അവർ പറയുന്നത്, നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്, തന്റെ മകനെ നിഷ്കളങ്കമായി പ്രണയത്തിൽ വിശ്വസിച്ച തന്റെ മകനെ ചതിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അക്കാര്യത്തിൽ ഉചിതമായ ശിക്ഷ തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷ വിജയിച്ചിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ, പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ കോടതി വിധിച്ചിരിക്കുന്നതാണ്. അതിലെ ആശ്വാസത്തിലാണ് മാതാപിതാക്കൾ. ഷാരോണിന്റെ മാതാപിതാക്കൾ അല്പനിമിഷങ്ങൾക്ക് തന്നെ ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിക്ക് പുറത്തേക്ക് വരും. അവരിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കാം. ഈ ശിക്ഷ സംബന്ധിച്ച് പറയുമ്പോൾ ഗ്രീഷ്മയ്ക്ക് തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം, ഒപ്പം തന്നെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നതിന്, തെളിവ് നശിപ്പിക്കുന്നതിന് 5 വർഷം, ഒപ്പം തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ 2 ലക്ഷം രൂപ പിഴയും ഉത്തരവായിട്ടുണ്ട്. 3-ാം പ്രതിക്ക് 3 വർഷമാണ് കഠിന തടവ്. തെളിവ് നശിപ്പിക്കലിനാണ്. വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ നിർണായകമായ വിധി ഉണ്ടാകുന്നു. ആ വിധിയിൽ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മയുടെ ഈ കോടതിയിലുണ്ടായ തൂക്കുകയർ എന്ന വിധി തന്നെ ഗ്രീഷ്മയ്ക്ക്, 1-ാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള ആശ്വാസമാണ് ഷാരോണിന്റെ മാതാപിതാക്കൾക്കുള്ളത്. ഷാരോണിന്റെ മാതാപിതാക്കൾ അല്പനിമിഷങ്ങൾക്ക് തന്നെ പുറത്തേക്ക് വരും. വലിയ തരത്തിലുള്ള കേസ് പഴുതടച്ചുള്ള അന്വേഷണമായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വലിയ തരത്തിലുള്ള പ്രശംസയാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഒരു ഉദ്യോഗസ്ഥനെ മാത്രം പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും ഇക്കാര്യത്തിൽ കാലത്തിനനുസരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം, ശാസ്ത്രീയമായ തെളിവുകൾ, സാക്ഷികളെ വിസ്തരിക്കുന്നു. 320ഓളം വരുന്ന ഡോക്യുമെന്റ്സുകൾ കോടതിയിൽ സമർപ്പിച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം കോടതി പരിഗണിച്ചു. ഒപ്പം തന്നെ ഈ പ്രതിഭാഗം ബാധിച്ചിരുന്നത് ഗ്രീഷ്മയുടെ പ്രായമായിരുന്നു. കുറഞ്ഞ പ്രായമാണ്, ഉന്നത വിദ്യാഭ്യാസമാണ്, തുടർന്ന് പഠിക്കാനുള്ള അവസരം വേണം എന്നീ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് കോടതി അംഗീകരിച്ചില്ല. പ്രായം ഇക്കാര്യത്തിൽ പരിഗണിക്കാനാകില്ല എന്ന് തന്നെ കോടതി പറഞ്ഞു. ഇനിയിപ്പോൾ ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ ഉടൻ തന്നെ പുറത്തേക്ക് വരും. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും പബ്ലിക് പ്രോസിക്യൂട്ടറും പുറത്തേക്ക് വരും. അവരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ, പ്രതികരണങ്ങൾ തേടേണ്ടതുണ്ട്. ഏതായാലും അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രതിഭാഗം, ഗ്രീഷ്മയുടെ അഭിഭാഷകർ വാദിച്ചത് മാനസാന്തരത്തിനുള്ള അവസരം നൽകണമെന്നാണ്. പ്രതിഭാഗം, അതായത് ഗ്രീഷ്മ പറഞ്ഞത് പല ഘട്ടങ്ങളിലും തന്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ഷാരോൺ രാജിനോട് ബന്ധത്തിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് മാറിയില്ല. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയെന്നാണ്. പക്ഷേ ഈ നാട്ടുനടപ്പ് എന്ന് പറയുന്ന കാര്യമുണ്ട്. എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു? ഗ്രീഷ്മയ്ക്ക് ഷാരോൺ രാജിൻ്റെ ബന്ധുക്കളോട് പറയാം, പൊതുപ്രവർത്തകരോട് പറയാം, പോലീസിൽ പരാതിപ്പെടാം. അതൊന്നും ചെയ്യാതെ കൊലപാതകത്തിലേക്ക് തന്നെ പോവുക എന്ന് പറയുമ്പോൾ അതിനെയാണ് ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത്. അത് സ്ലോ പോയിസണിങ്ങിലൂടെ ആരും അറിയാതെ, എങ്ങനെ കൊല്ലപ്പെട്ടു എന്നറിയാതെ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തുക. അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ. വിദ്യാഭ്യാസമുള്ള ഗ്രീഷ്മ ഗൂഗിൾ സെർച്ച് നടത്തുന്നു. ഏതാണ് ഒരാളിനെ കൊല്ലാൻ പറ്റിയ വിഷം, ആ വിഷം സ്ലോ പോയിസൺ ആണോ എന്നുള്ളത്, അതിനുശേഷം ഈ വിഷം ശരീരത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്, അഥവാ ഷാരോൺ രാജ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിടിക്കപ്പെടാതിരിക്കുന്നത് എങ്ങനെ, വളരെ കൃത്യമായ ഒരുപക്ഷെ സിനിമകളിൽ മാത്രം കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു കഥ പോലെ തോന്നുന്ന കാര്യം. നിർഭൻ, തീർച്ചയായും വലിയ ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി, വലിയ വിദ്യാഭ്യാസമുള്ളവൾ, പഠന മികവുള്ള ഒരു പെൺകുട്ടി ആസൂത്രിതമായി 7 മാസത്തോളം തൻ്റെ കമിതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം ആരംഭിക്കുന്നു. നേരത്തെ സിജു തന്നെ സൂചിപ്പിച്ചതുപോലെ സ്ലോ പോയിസൺ, അതിനെന്തൊക്കെയാണ് വഴി, അതിൽ നെറ്റിൽ സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് ഈ കുറ്റകൃത്യം നടത്തിയ ശേഷം ഇതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. കോടതി തന്നെ നിരീക്ഷണത്തിൽ പറയുന്നത് കുറ്റകൃത്യം നടത്തിയ ശേഷം തെളിവുകളുടെ മുന്നിൽ ഇരിക്കുകയായിരുന്നു ഗ്രീഷ്മ. തനിക്ക് ഈ കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ മറച്ചു വയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത് അന്വേഷണ സംഘം പരാജയപ്പെടുത്തി. ഇത്തരത്തിൽ അതിസമർത്ഥയായ കുറ്റവാളിയാണ് ഗ്രീഷ്മ എന്നതാണ്. അതുകൊണ്ടാണ് പരമാവധി ശിക്ഷയായ തൂക്കുകയർ തന്നെ കോടതി വിധിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ പ്രായമെന്ന ആനുകൂല്യമായിരുന്നു പ്രതിഭാഗം കോടതിയിൽ ചോദിച്ചിരുന്നത്. ഒരു തരത്തിലുള്ള ആനുകൂല്യവും പ്രതിക്ക് ലഭിച്ചില്ല. അത് തന്നെയാണ് ഈ ഷാരോണിന്റെ മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കോടതി വിധിയിൽ നിന്ന് വിധി കേട്ടത്. മജിസ്ട്രേറ്റ് തന്നെ വിധി പ്രസ്താവനത്തിനിടയിൽ പറഞ്ഞത് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ, ഇക്കാര്യത്തിൽ ഇരയുടെ ബന്ധുക്കളെയും കോടതിക്ക് കാണണം എന്ന് കോടതി പറഞ്ഞു. അവരെ കോടതിയിലേക്ക് അകത്തേക്ക് വിളിച്ചു വരുത്തി. വിധി പ്രസ്താവം മാതാപിതാക്കളും
സഹോദരനും ഇരുന്ന് ബന്ധുക്കളും ഇരുന്ന് ഒന്നിച്ച് കോടതി മുറിയിൽ കേൾക്കുകയായിരുന്നു. ഓരോ വരിയും അവർ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അവസാനം തൂക്കുകയർ വിധിച്ചതോടുകൂടി ഷാരൂന്റെ മാതാപിതാക്കൾ രണ്ടുപേരും കോടതി മുറിയിൽ പൊട്ടിക്കരയുകയായിരുന്നു. തൊഴുകൈയോടുകൂടി അവർ കോടതിക്കും ബഹുമാന്യമായ കോടതിക്കും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും സമഗ്രമായി അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള VS വിനീത് കുമാറിനും അവർ നന്ദി രേഖപ്പെടുത്തി. അല്പനിമിഷങ്ങൾക്കകം തന്നെ മാതാപിതാക്കൾ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. വലിയ തരത്തിലുള്ള തിരക്ക് കോടതി കവാടത്തിന് മുന്നിലുണ്ട്. അകത്തേക്ക് മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഗേറ്റ് അടച്ച് പരമാവധി സുരക്ഷ ഒരുക്കുകയാണ് പോലീസ്. അല്പനിമിഷങ്ങൾക്കകം തന്നെ ഈ ഷാരൂന്റെ മാതാപിതാക്കൾ പുറത്തു വരും. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള സുൽഫിക്കറും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരും അടക്കമുള്ള ഉദ്യോഗസ്ഥർ കോടതി മുറിക്ക് പുറത്തേക്ക് വരും, കവാടത്തിന് പുറത്തേക്ക് വരും. അവരോട് നമുക്ക് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ചോദിക്കാം. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ ഉത്തരവിന്റെ മുഖവരയായി ആദ്യം പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രശംസിക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ്. അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത് കാലഘട്ടത്തിനനുസരിച്ചുള്ള അന്വേഷണ നടപടികൾ കേരള പോലീസ് നടത്തി.